ക്രിസ്മസ് കാലത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. ആരോപണ വിധേയരായ MS സൊല്യൂഷൻ CEO ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. വിവാദങ്ങൾക്കിടെ കെമിസ്ട്രി പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങളുമായി CEO ഷുഗൈബ് ഇന്നലെ യൂട്യൂബ് ലൈവിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം ഈ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് എന്നൊരു ധാരണ പരത്തുകയോ അതല്ലെങ്കിൽ അതേപോലെ പരീക്ഷാ പേപ്പർ കോപ്പിയടിച്ച് യൂട്യൂബിൽ ഇടുകയോ ചെയ്തിട്ട് കൂടുതൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന ഹീനമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ചില യൂട്യൂബ് ചാനലുകൾ കേരളത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരത് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷണത്തെ തെളിയട്ടെ. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് MS സൊല്യൂഷൻസിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്നലെ യൂട്യൂബിൽ അവർ ലൈവ് വീണ്ടും ആരംഭിച്ചു. അപ്പോൾ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അന്വേഷണത്തെ നേരിടാൻ. എസ് കെ എൻ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവുമായി ഞാൻ അല്പം മുൻപ് സംസാരിച്ചു. അവർ വിശദമായ അന്വേഷണത്തിലേക്കാണ് കടന്നത്. അതായത് ഈ അന്വേഷണം ഒരു പ്രിലിമിനറി എൻക്വയറിയാണ്. സാധാരണ ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലും കേസെടുക്കുന്നതിന് മുൻപ് നടത്തുന്ന PE ആണ്. പ്രത്യേകിച്ചും BNS വന്നതിന് ശേഷം PEക്ക് ശേഷം FIR ഇട്ടാൽ മതിയെന്നുമുണ്ട്. അപ്പോൾ അത് പ്രകാരമുള്ള PE പ്രിലിമിനറി എൻക്വയറി ആണ് നടക്കുന്നത്, പ്രാഥമിക അന്വേഷണം. ആ അന്വേഷണത്തിൽ തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും മനസ്സിലായത്. ക്രൈംബ്രാഞ്ച് SP K മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സൈബർ വിദഗ്ധർ ഉൾപ്പെട്ട വലിയ സംഘം, ആ സംഘം വലിയ സംഘം എന്ന് വെച്ചാൽ അംഗസംഖ്യ കൊണ്ടല്ല, അവരെ കുറ്റാന്വേഷണ ശേഷി കൊണ്ട് വലിയ സംഘമാണ് അവർ. ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ ADGP ആണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്, വെങ്കടേഷാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കലാണ് ഷുഹൈബ് ഇന്നലെ വീണ്ടും യൂട്യൂബ് ചാനൽ, അതായത് ഈ വിവാദത്തിന് തുടർന്ന് നിർത്തിവെച്ച യൂട്യൂബ് ചാനലിൽ വീണ്ടും പരീക്ഷാ ചോദ്യപേപ്പർ വിശകലനവുമായി ബന്ധപ്പെട്ട് ഈ ഷുഹൈബ് തന്നെ, MS സൊല്യൂഷൻ്റെ CEO ഷുഹൈബ് തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ ധാരണയുണ്ട്. ക്രൈംബ്രാഞ്ച് ഇന്നിപ്പോൾ കാലത്ത് അല്പം മുൻപ് സംസാരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് ആ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, ചാടിക്കേരി ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ച് സാങ്കേതികമായ വിവരങ്ങൾ കൂടി എടുത്തതിന് ശേഷം ചോദ്യം ചെയ്താൽ മതി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഇപ്പോഴത്തെ നിഗമനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, SK 4 പരാതികൾ, അതിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ലഭിച്ച പരാതി, കണ്ണൂരിലൊരു പത്രത്തിൽ വന്ന വാർത്തയുടെ കട്ടിംഗ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ലഭിച്ച പരാതി, ഇങ്ങനെയുള്ള 4 പരാതികൾ ക്രൈംബ്രാഞ്ചിൻ്റെ മുൻപിലേക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്. ആ പരാതികൾ ഉൾപ്പെടെ, അതായത് ഒരു പരാതിയിലാണ് പ്രാഥമിക അന്വേഷണമെങ്കിലും ആ പരാതികളിലെ വിവരങ്ങൾ കൂടി വിശദമായി പരിശോധിക്കുകയാണെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് മനസ്സിലായത്. SK ഏതായാലും SK പറഞ്ഞതുപോലെ ഇത്തരം ഹീനപ്രവൃത്തി ചെയ്യുന്നവർ വീണ്ടും യൂട്യൂബ് ലൈവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ നിർണായകമായൊരു കാര്യം തന്നെയാണ്. ക്രൈംബ്രാഞ്ച് അതിനെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്കാണ് പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെ കടക്കുന്നത്. SK ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് നമുക്കൊപ്പം.